SSLC ഓണപരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് ഉറപ്പായും ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ജിപോഡ് SSLC. ഇറ്റ്സ് മീ യുവർ നാഫി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയം എന്നുള്ള ചാപ്റ്ററിന് ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇതിന് നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഒന്ന് ജോയിൻ ചെയ്യുക. കമന്റ് ബോക്സിൽ അതിന് ലിങ്ക് നമ്മൾ പിന്നീട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിൾ കണ്ടോ, ഈ ഒരു ടേബിൾ റിലേറ്റഡ് ആയിട്ട് ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഡേറ്റ് അഥവാ തീയതികൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു ഓർക്കുന്നുണ്ടോ? മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതയും അന്നത്തെ സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ അഥവാ സൂര്യൻ്റെ അയനസ്ഥാനവും ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ മാറ്റിയും മറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ നിങ്ങൾ എഴുതണമെങ്കിൽ ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കാനുണ്ട്. ഈ ഒരു ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പിക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പഠിച്ചു വെക്കുക. ഇക്വിനോക്സസ് ഏത് ഡേയിലാടാ? മാർച്ച് 21 സെപ്റ്റംബർ 23. ശ്രദ്ധിക്കണേ, വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ ഏത് ദിവസങ്ങളിലാണ്? 2 ദിവസങ്ങളിലുണ്ട്, മാർച്ച് 21 സെപ്റ്റംബർ 23. അന്ന് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെയാടാ? ഓവർ ദി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. അന്ന് സൂര്യന്റെ അയനസ്ഥാനം എന്തിന്റെ മുകളിലാണ്? ഓവർ ദി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താടാ? ഈക്വൽ എമൗണ്ട് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളമാണെങ്കിലും സദേൺ ഹെമിസ്ഫിയർസ് അഥവാ ദക്ഷിണാർദ്ധ ഗോളമാണെങ്കിലും രണ്ടിലും എന്താണ്? രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാണ്. അടുത്ത ഏതാടാ? സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാദ ദിനമാണ്. ആ ദിവസത്തെ വിളിക്കുന്ന പേരാണെന്ത്? ആ ദിവസം ഏത് ഡേറ്റിലാടാ? ജൂൺ 21 കേട്ടോ. ശ്രദ്ധിക്കണം, അന്ന് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ? ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. അപ്പൊ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിലാണോ, സൂര്യന്റെ അയനസ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണോ, അവിടെ എന്ത് കൂടും? ഡേ അഥവാ പകല് കൂടും അല്ലെ? അവിടെ എന്ത് കൂടും? ഡേ അഥവാ പകല് കൂടും. പകല് കൂടുകയും രാത്രി കുറയുകയും അല്ലെ? ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻക്രീസസ് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ഡിക്രീസസ്. അത് ഏത് ഡേക്കാടാ? സമ്മർ സോൾസ്റ്റൈസ്. എവിടെ? നോർത്ത് ഹെമിസ്ഫിയർ കേട്ടോ, ഉത്തരാർദ്ധ ഗോളത്തിൽ. അപ്പൊ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിലാണോ അവിടെ പകല് കൂടും രാത്രി കുറയും. ഏത് ദിവസം? സമ്മർ സോൾസ്റ്റൈസ് അഥവാ ജൂൺ 21. ഇനി വിന്റർ സോൾസ്റ്റൈസ് അഥവാ ഡിസംബർ 22 എന്തുള്ളത്? വിന്റർ സോൾസ്റ്റൈസ് അഥവാ ശൈത്യ അയനാ ദിനമുള്ളത്. അന്ന് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ? ഓവർ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ്. അപ്പൊ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എങ്ങോട്ടേക്ക് വന്നു? സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് വന്നു. അപ്പൊ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ സദേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൂടും? ഡേ അഥവാ പകല് കൂടും. എന്ത് കുറയും? നൈറ്റ് അഥവാ രാത്രി കുറയും. ഈ പെക്യുലാരിറ്റീസ് ഉള്ള കോളം അങ്ങനെ അങ്ങോട്ട് എക്സാമിന് ചോദിക്കാറില്ല. പക്ഷേ ഈ 3 കോളംസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് റിലേറ്റഡ് ആയി പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ കോളം പഠിച്ചാൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് 4 മാർക്ക് ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരുപാട് തവണ ഓണം എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനം ആൻഡ് ദക്ഷിണായനം എന്നിവ താരതമ്യം ചെയ്യുക. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ദ നോർത്ത് വേർഡ് ഷിഫ്റ്റിംഗ് ഓഫ് സൺസ് അപ്പാരന്റ് പൊസിഷൻ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനസ്ഥാന മാറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഉത്തരായനം അല്ലേ? നോർത്ത് വേർഡ് ഷിഫ്റ്റിംഗ്, തെക്ക് നിന്ന് വടക്കോട്ടേക്ക് അല്ലേ? സൗത്ത് നിന്ന് നോർത്തിലേക്ക് എന്ത് ചെയ്യുക? നോർത്ത് വേർഡ് ആയിട്ട് സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ മാറുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉത്തരായനം. എന്താ മക്കളെ വിളിക്കുക? ഉത്തരായനം. പഠിച്ചു വെക്കണേ. എന്താണ്? ദ നോർത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് വടക്ക് ദിശയിലുള്ള സൂര്യന്റെ അയനസ്ഥാന മാറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഉത്തരായനം എന്ന് വിളിക്കുന്നു. എന്താണ് ദക്ഷിണായനം? ദ സൗത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. നേരെ തിരിച്ച്. അപ്പോൾ ഒന്ന് പഠിച്ചാൽ എന്ത് ചെയ്യുക? അതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ത്? മറ്റേത്. അപ്പോൾ ഉത്തരായനം ദക്ഷിണായനം എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായി പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത ഏതാടാ? ഒരുപാട് തവണ ഓണം എക്സാമിന് ചോദിച്ചാണ് ഓട്ടം സീസൺ അഥവാ ഹേമന്തകാലം. ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഒരു കൊല്ലം ഓട്ടമാണ് ചോദിച്ചെങ്കിൽ അടുത്ത കൊല്ലം മിക്കവാറും വസന്തമായിരിക്കും ചോദിക്കാം. കഴിഞ്ഞ കൊല്ലത്ത് ഓണം എക്സാമിന് എന്താ ചോദിച്ചത്? സ്പ്രിംഗ് അഥവാ വസന്തകാലമാണ്. ഇക്കൊല്ലം മിക്കവാറും ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാടാ? ഓട്ടം അഥവാ ഹേമന്തകാലമാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പോയിന്റ് ആഡ് ചെയ്യണം? ഫസ്റ്റ് എന്താ? ഓട്ടം മാർക്ക് ദ ട്രാൻസിഷൻ ഫ്രം ദ സമ്മർ ടു വിന്റർ. വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഏത്? ഹേമന്തകാലം അല്ലെ? ഏതാടാ? ദ സീസൺ, ട്രാൻസിഷൻ സീസൺ ഫ്രം സമ്മർ ടു വിന്റർ. വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് മക്കളെ ഏത്? ഓട്ടം അഥവാ ഹേമന്തകാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് പ്രത്യേകത എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുകയും ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ്, പകല് കുറയുകയും രാത്രി കൂടുകയും ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത എന്താ? ദ സീസൺ വേർ ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ്. അല്ലെ? മരങ്ങള് ഇലവൊഴിക്കുന്ന കാലമാണ് ഏത്?
ഓട്ടം അഥവാ ഹേമന്തകാലം എന്ന് പറഞ്ഞിട്ട് ഇത് പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കഴിഞ്ഞ തവണ ഓണം എക്സാമിന് സ്പ്രിങ് ചോദിച്ചു എന്ന് വെച്ചിട്ട് ഇത്തവണ സ്പ്രിങ് ചോദിക്കില്ല നമുക്ക് ഉറപ്പിക്കാന്ന് പറ്റില്ല. അപ്പോൾ സ്പ്രിങ്ങും കൂടി എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വിന്റർ ടു സമ്മർ, ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഏത് സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം. ഇതിന് പ്രത്യേകം എന്തൊക്കെയാടാ, പ്ലാന്റ് സ്പ്രൗട്ടിങ്, ചെടികൾ തളിർക്കുന്നു, മാംഗോ ട്രീസ് ബ്ലൂമിങ്, എന്താണ് മാവിൽ മാങ്ങ ഉണ്ടാകുന്നു, ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സിലെ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നതൊക്കെ എന്തിൻ്റെ പ്രത്യേകതയാണ്, സ്പ്രിംഗ് അഥവാ വസന്തകാലത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഒരു തവണ ഓണം എക്സാമിന് 6 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, എക്സ്പ്ലെയിൻ ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് ലൈൻ വിത്ത് റീസൺ, ഈ ഒരു രേഖയ്ക്ക് മറ്റ് രേഖാംശങ്ങളുടെ വ്യത്യാസവും അതിനുള്ള കാരണം വ്യക്തമാക്കുക. മൂന്നാമത് എന്താണ്, എസ്റ്റിമേറ്റ് ദ ടൈം അറ്റ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെൻ ഇറ്റ് ഈസ് മീൻ ടൈം ഈസ് 12 noon. ഗ്രീൻവിച്ചിലെ സമയം ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലെ സമയം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? ദ 180° ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലേ. 180° രേഖാംശ രേഖയെ വിളിക്കുന്ന പേരാണ് എന്ത്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ദിസ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ്സ് എ സർട്ടൻ ഡീവിയേഷൻസ് അല്ലേ. ഇത് ഒരിക്കലും ഒരു നേർരേഖയല്ല, ഇതിങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു ലൈനാണ്. ഏത് ലൈന്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇതിങ്ങനെ വളഞ്ഞു പോകാൻ കാരണം എന്താ, ബിക്കോസ് ദ സെയിം പ്ലേസ് എക്സ്പീരിയൻസ് 24 hours ടൈം ഡിഫറൻസ് ഇഫ് ദ ലൈൻ ഈസ് സ്ട്രെയിറ്റ് അല്ലേ. ഈ രേഖ നേർരേഖയാണെങ്കിൽ ഒരേ പ്രദേശത്ത് തന്നെ 24 hours ഓഫ് ടൈം ഡിഫറൻസ് അല്ലേ, 24 മണിക്കൂർ എന്ത് അനുഭവപ്പെടും, സമയ വ്യത്യാസം അനുഭവപ്പെടും. അത് സോൾവ് ചെയ്യാനാണ് ഈ ഒരു ഡീവിയേഷൻസ് ഒക്കെ ഇതിൽ വരുത്തിയത്. അപ്പോൾ ഈ ലൈൻ്റെ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ഒരാൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ദ ഡിഡക്റ്റഡ്, ഒരാൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് പോകുമ്പോൾ ഒരു ദിവസം കുറയ്ക്കുകയും ഈസ്റ്റ് ടു വെസ്റ്റ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുമ്പോൾ ഒരു ദിവസം കൂട്ടുകയും ചെയ്യുന്നു. അതിന് കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്, ഒരു ലൈനാണ് ഇത്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം, ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, എസ്റ്റിമേറ്റ് ദ ടൈം അറ്റ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെൻ ദ ഗ്രീൻവിച്ച് മീൻ ടൈം ഈസ് 12 noon. അത് ഗ്രീൻവിച്ചിലെ സമയം ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിലെ സമയം എത്രയായിരിക്കും, രാത്രി 12 മണി. കാരണം എന്താ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയും ഗ്രീനിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്, 12 മണിക്കൂറാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 12 നിന്ന് 12 മണി എത്രയാണ്, രാത്രി 12 മണി കേട്ടോ. അപ്പോൾ ഗ്രീൻവിച്ചിൽ നിന്ന് 12 മണിക്കൂർ വ്യത്യാസത്തിലാണ് ആര് നിൽക്കുന്നത്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 12 hours ആണ്. ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം കേട്ടോ. ഇനി ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില 1 word ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ചോദിക്കാം. നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യട്ടോ. ലോക്കൽ ടൈം ഓഫ് വിച്ച് ലോഞ്ചിറ്റ്യൂഡ് സെലക്ടഡ് ആസ് എ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ, ഏത് രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ്. അടുത്തേതാണ്, വിച്ച് ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ, ഏത് രേഖാംശമാണ് പ്രൈം മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം ഇത് രണ്ടും നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെറ്റല്ലേ, റെഡി അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബായ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അതിലേക്കും ബായ്.